കൊച്ചിയെ വിറപ്പിച്ച ഗുണ്ടാത്തലവന്മാരുടെ നാടാണ് പള്ളുരുത്തി എന്ന പ്രദേശം. ഗുണ്ട ആക്രമണവും കുടിപ്പകയും കൊലപാതകവുമൊക്കെ കണ്ടുമടുത്തവരാണ് ഈ നാട്ടുകാർ. കുറച്ചു നാളുകളായി ഇവിടെ ഗുണ്ടാക്രമണത്തെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചുമൊന്നും കേൾക്കാറില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ രാത്രി പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്ന് ഒരു ഗുണ്ടാ കുടിപ്പകയുടെ വാർത്ത. 3 വർഷം മുൻപ് ആന്റണി ലാസറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം കൊലപാതകത്തിലാണ് കലാശിച്ചത്. ലാസറിനെ വകവരുത്തിയ അതേ രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി ഗുണ്ടാ നേതാവ് ലാൽജുവിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയാളി സംഘത്തിലെ 2 പേർ പിടിയിലായിട്ടുണ്ട്. 5 പേർ ഇപ്പോഴും ഒളിവിലാണ്. കഴിഞ്ഞ രാത്രി പള്ളുരുത്തി കച്ചേരിപ്പടിയിലുണ്ടായ ഗുണ്ടാ കുടിപ്പകയ്ക്ക് പിന്നിൽ 8 വർഷം മുൻപുള്ള പ്രതികാരത്തിന്റെ കഥ പറയാനുണ്ട്. 2016 കാലയളവിൽ നടന്ന ഒരു കത്തിക്കുത്തിൽ പള്ളുരുത്തി സ്വദേശി ബിജുവിന് പരിക്കേറ്റിരുന്നു. അന്നത്തെ പക 2021 കുമ്പളങ്ങി സ്വദേശി ആന്റണി ലാസറിന്റെ ജീവനെടുത്തു. പഴയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ബിജുവും ഭാര്യയും കൂട്ടാളികളായ ലാൽജുവും സെൽവനും ചേർന്ന് ലാസറിനെ കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു. ആ കേസിലെ പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ലാൽജുവും സംഘവും പള്ളുരുത്തിക്കാർക്ക് ഇപ്പോഴും പേടി സ്വപ്നമാണ്. പക്ഷേ ആന്റണി ലാസറിന്റെ കൂട്ടാളികൾ ഒളിഞ്ഞും തെളിഞ്ഞും ലാൽജുവിന്റെ പിന്നാലെ തന്നെ അയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി ഗുണ്ടാ നേതാവ് ലാൽജുവിനെ ഒരു സംഘം കൂട്ടിക്കൊണ്ടുപോയത് പഴയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞാണ്. പിന്നീട് സംഭവിച്ചത് ഇതാണ്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന വ്യാജേന ഫാസിജ് എന്ന ഗുണ്ടാ നേതാവും കൂട്ടരും ലാൽജുവിനെ പള്ളുരുത്തി കച്ചേരിപ്പടിയിലേക്ക് വിളിച്ചു വരുത്തി. കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ലാൽജുവിനെയും സുഹൃത്ത് ജോജിയെയും പ്രതികൾ കുത്തി വീഴ്ത്തി. ലാൽജു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ജോജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അപകടത്തിന് തരണം ചെയ്തിട്ടുണ്ട്. കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് FIR-ൽ പറയുന്നു. ഒളിവിൽ പോയ പ്രധാന പ്രതി ഫാസിജിനെ രാത്രി തന്നെ പോലീസ് പിടികൂടിയിരുന്നു. പുലർച്ചെയാണ് 2ാം പ്രതി ചോറച്ചുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇനിയും 5 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം അയൽ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. News 18 കൊച്ചി.